ഹലോ, RRB ALP CBT2 എക്സാം ഇന്ന് നടക്കുകയായിരുന്നു. മാർച്ച് 19-20 ദിവസങ്ങളിലാണ് CBT2 സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ നടന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന അപ്ഡേറ്റ് ആണ് ആദ്യത്തെ ഷിഫ്റ്റ്, ഒന്നാമത്തെ ഷിഫ്റ്റ് എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് ആദ്യം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഷിഫ്റ്റ് നടക്കാതിരുന്ന പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സാം ക്യാൻസൽഡ് ആയി. RRB ALP CBT2വിൻ്റെ പരീക്ഷ റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ഇനി എന്നാണ് എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല മാർച്ച് 19-20 പരീക്ഷ നടക്കുന്നത്. 19-ാം തീയതി ഇന്നത്തെ എക്സാം ക്യാൻസൽ ചെയ്തു. നാളത്തെ എക്സാമിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ കുറേ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ട് വിളിക്കുന്നു നാളത്തെ പരീക്ഷ ക്യാൻസൽ ആയോ ഇല്ലയോ. അപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ റെയിൽവേ ALP CBT2 പരീക്ഷ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് എന്തോ ടെക്നിക്കൽ പ്രശ്നങ്ങളാണെന്നാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഒഫീഷ്യൽസ് എക്സാം സെൻറ്ററിൽ വന്ന സ്റ്റുഡൻസിനോട് പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എല്ലാ പരീക്ഷ, അതായത് CBT2വിൻ്റെ പരീക്ഷകൾ മൊത്തത്തിൽ ക്യാൻസൽഡ് ആണെന്നാണ് വരുന്നത്. ഇപ്പോൾ തിരുനെൽവേലിയിൽ നിന്നും അതുപോലെ കേരളത്തിലുള്ള മറ്റ് സെൻറ്റേഴ്സിലും ഒക്കെ നടന്ന പരീക്ഷകൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് റിയൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ കുറച്ചുകൂടി കാത്തിരിക്കണം. ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തന്നെയാണ് പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കറൻലി അറിയില്ല. അപ്പോൾ CBT2 എക്സാംസ് ക്യാൻസൽഡ് ആണ്. മാർച്ച് 20 പരീക്ഷ ഉള്ളവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മാർച്ച് 20 പരീക്ഷ ഉള്ളവർ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. മാർച്ച് 20 നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ ക്യാൻസൽഡ് ആണെന്നൊരു ഇൻഫോർമേഷൻ ഇതുവരെ ഇല്ല. മാർച്ച് 20 പരീക്ഷയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അവരുടെ പ്ലാനിലൊന്നും ഇപ്പോൾ ചേഞ്ച് വരുത്തരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലം മറ്റൊരു സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തോളുക, അവിടെ എത്തിക്കൊള്ളുക. അവിടെ എത്തിയിട്ട് ഇനി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം, ഇനി ഒരു പക്ഷേ പരീക്ഷ ക്യാൻസൽഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പരീക്ഷ എഴുതുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്